ആരിഫ് തെരുവത്തല്ലേ? അതെ. നിങ്ങളൊക്കെ വേറെ പണിയൊന്നുമില്ല. എപ്പോ നോക്കിയാലും ഇസ്ലാമിനെ വിമർശിക്കലാണെങ്കിൽ വേറെ എന്തൊക്കെ ജോലിയുണ്ട്? വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചൂടെ നിങ്ങൾക്ക്? എന്ത് പണിയുണ്ട്? നിങ്ങൾ ഡോക്ടറല്ലേ? അപ്പൊ അങ്ങനത്തെ ഡോക്ടറിന്റെ പണി ചെയ്യണം. നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്ത്? മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു? കൊല്ലക്കടയിലാണ് സൂചി. മുഹമ്മദിന്റെ ജോലി എന്തായിരുന്നു പറയൂ? അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിൽ വേറെ അഭിപ്രായമില്ല. ഖണ്ഡിതമായ ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. നീ അധികം അഭ്യാസം എടുക്കല്ലേ? നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അത് പറ. ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് വേണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എങ്കിൽ ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ പ്രവാചകന് അവകാശപ്പെട്ടത്. പിന്നെ തുടങ്ങാല്ലേ? നമ്മൾ ആ പ്രവാചകനോട് നമ്മൾ മരിക്കാൻ തയ്യാറാണ്. എല്ലാം തുടങ്ങാം നമുക്ക്. മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു കൂടി പറ, എന്നിട്ട് വെച്ചോ. മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ആ ജോലി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങൾ ആൾക്കാരെ ചോര കുടിച്ച് ജീവിക്കുന്നു. നിങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു. ആരൊക്കെയോ ചായക്കട നടത്തിയ പോലെ ഉണ്ടല്ലോ. ഇസ്ലാമിനെ തെറി പറഞ്ഞ ആൾക്കാരിൽ നിന്ന് പൈസ പറ്റി അതുകൊണ്ട് ജീവിക്കുന്നു. നിങ്ങളൊരു ഡോക്ടറല്ല, നിങ്ങൾ ചെന്നായിയാണ്. ചെന്നായി. ഇനി മുഹമ്മദ് നബിയുടെ ജോലി എന്താന്ന് പറ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടി. നിങ്ങൾ എന്നോട് വേറെ ജോലി എടുത്തോന്ന് ചോദിക്കുന്നു. ഞാൻ പറയാണ് ഞാൻ എടുക്കാൻ തയ്യാറാണ്. മുഹമ്മദ് നബിയുടെ ജോലി എന്താന്ന് പറയൂ, അത് ഞാൻ എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണിയാണ് ദഅവത്ത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? മുഹമ്മദ് നബിയുടെ ജോലി എന്താന്ന് പറ. മുഹമ്മദ് നബി എന്ത് പണി എടുത്തിട്ടാണ് നയിച്ചു തിന്നത് പറ. ദാവത്ത് എടുത്തിട്ട് തിന്നാൻ പറ്റുമോ? എന്ത് ദാവത്ത് നടത്തിയിട്ട് എങ്ങനെയാ തിന്നല്? എന്തോ എങ്ങനെ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം? സഹാബാക്കളോട് പറഞ്ഞു, മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? قال وما يكفرها يا رسول الله قال الهموم في طلب المعيشه. ഇനി പറ മുഹമ്മദ് നബിയുടെ തൊഴിൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാതെ നിങ്ങള്. ഭയങ്കര വിവരമാണ്, ഞാൻ സമ്മതിച്ചു. ഇനി പറ ആ വിവരം വെച്ചിട്ട് മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? നിങ്ങൾ ഈ പണി നിർത്തണം. സോ മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിപ്പോ ഒരു 14 തവണ ചോദിക്കുന്നത്. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം പറയൂ. സുഹൃത്തൊക്കെ നമുക്ക് എടുക്കാമോ? കാര്യത്തെ പറ്റി എന്തിനാ നാരായണ അഭിപ്രായം പറയാൻ പോകുന്നത്? അത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മളെ നാട്ടുകാര് കൂട്ടുകാര് അങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. ഇന്ന ആഴ്ത്ത ഇനാക്കൽ കൗസർ, ആരിഫ് ഇട്ട ട്രൗസർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓതാറ്. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറയാം. ഇന്ന വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അറബിക് ഗ്രാമർ ആദ്യം പഠിക്കണം. ഇന്ന ഹർഫ് വന്നാൽ അതിന് മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു പറഞ്ഞു. എന്റെ മുഹമ്മദ് നബി അറബി പ്രൊഫസർ വന്നതായിരുന്ന എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? പിന്നെ സംഭവിച്ചത് നബിയുടെ ഓരോ വിവാഹവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ത്യാഗമായിരുന്നു. ഒരു പ്രത്യേക ജീവിതല്ലേ? എന്താ സംശയം? ഇതാ മൂന്നാമത്തെ പെണ്ണ് കെട്ട്. അതുകൂടി കെട്ട് നബിയെ, യുദ്ധത്തിലെ വിധവയല്ലേ? കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. മുഹമ്മദ് നബിക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് പറയണേനാണ് അടിമകള് പോയിച്ചാണെന്ന്. അതൊക്കെ വൃത്തിയുടെ തന്നെയാണ്. അതൊക്കെ ഞാൻ ഇനിയും പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ തൊഴില് പറ. വേറൊരുപാട് വരുമാന ശരിയായി കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേന്ന് പറ, ഒരെണ്ണം പറ. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. നാട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള എന്റെ ഈ തൊഴിൽ ഞാൻ തുടർന്നിരിക്കും. ഈ റിവേഴ്സ് ദാവയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ ഉണ്ടാവും. ഓക്കെ.